പേവിഷബാധയെക്കുറിച്ച് പൊതുവെ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ആ, ഈ പേവിഷബാധയുടെ നമുക്ക് അറിയാവുന്ന ഇപ്പം എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോഴാണ് നമുക്ക് സമൂഹത്തിൽ ഇതിനെക്കുറിച്ചൊരു ആ, വ്യാകുലതയും അതിനെക്കുറിച്ചൊരു സംസാരവും ചർച്ചയും ഒക്കെ ഉണ്ടാകുന്നത്. ഈ അടുത്തിടയ്ക്ക് ഒരു കുഞ്ഞിനുണ്ടായ ഒരു ദാരുണമായ സംഭവത്തിന്റെ പേരിലാണ് ഇപ്പം നമ്മളുടെ ഇടയ്ക്ക് ഈ പേവിഷബാധയെക്കുറിച്ചുള്ള ചർച്ച ഉടലെടുത്തിരിക്കുന്നത്. പക്ഷേ പേവിഷബാധയുടെ പ്രധാനമായും നമ്മുടെ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഒരാൾക്ക് പേവിഷബാധ അതായത് റേബീസ് എന്ന അസുഖം വന്നാൽ അതിൽ നിന്ന് മരണം സുനിശ്ചിതമാണ്. ഏകദേശം 99.4% വന്ന് ഈ പേവിഷബാധ വന്നിട്ട് ഈ ലോകത്ത് അതിൽ റേബീസ് വന്ന് രക്ഷപ്പെട്ട ഒരു വിരൽ വിരൽ എണ്ണാവുന്ന അത്രയും ആൾക്കാരുള്ളൂ. 10ൽ താഴെ ആൾക്കാർ മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ. നമ്മുടെ ഈ ഇന്ത്യയിൽ അങ്ങനെ രക്ഷപ്പെട്ട ആൾക്കാരും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് ഒരു അസുഖം വന്നിട്ടുള്ള ചികിത്സയെക്കാട്ടിലും പ്രാധാന്യം ആ റേബീസ് പ്രൊഫലാക്സിസ്, അതായത് റേബീസ് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ആണ് കൂടുതൽ പ്രാധാന്യവും കൂടുതൽ ശ്രദ്ധയും കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ആരെങ്കിലും ഇതിനൊരു എക്സ്പോഷറോ അല്ലെങ്കിൽ ഒരു വന്യമൃഗത്തിന്റെയോ അതോ പേവിഷബാധ സംശയിക്കുന്ന ഒരു ആ, നായയുടെ കയ്യിൽ നിന്നൊരു കടിയോ അങ്ങനെ എന്തെങ്കിലും ഏറ്റിരുന്നാൽ നമ്മളൊരു ആ അസുഖത്തിലേക്ക് പോകുന്നതിൽ നിന്നും മുമ്പായിട്ട് തന്നെ അത് വരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്ന അതിനാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് ഈ റേബീസ് പ്രൊഫലാക്സിസ് ആണ് നമ്മൾ അതിനെക്കുറിച്ച് മാത്രമേ കേൾക്കുള്ളൂ. അല്ലാതെ ഒരു റേബീസ് വന്നാൽ എങ്ങനെ ചികിത്സിക്കുന്നു അതിനൊരു പ്രാധാന്യവുമില്ല. ആ ഒരു അവസ്ഥയിലേക്ക്, അതായത് പേവിഷബാധ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് വളരെ പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പേവിഷബാധ പ്രൊഫലാക്സിസ്, അതായത് റേബീസ് പ്രൊഫലാക്സിസ് അസുഖം വരാതിരിക്കാനുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം വരുന്നത്. ഇതിനകത്ത് നമുക്ക് പറയാനുള്ള മെയിൻലി, നമുക്ക് ഒരു ആനിമലിന്റെ കയ്യിൽ നിന്ന് ഒരു കടിയോ അല്ലെങ്കിൽ ഒരു സ്ക്രാച്ചോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആ ആ- ആ സംഭവം മൂലമുണ്ടാവുന്ന ആ വൂണ്ടിനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിക്കും: കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ഈ പ്രൊഫലാക്സിസ്, അതായത് മുൻകരുതലുകളുടെ എല്ലാം അടിസ്ഥാനം ഈ 3 ഗണത്തിൽപ്പെട്ട വൂണ്ടുകൾ ഉണ്ടാകുന്ന കാറ്റ് ബൈറ്റ് അല്ലെങ്കിൽ വൂണ്ട്സ്, അതിന്റെ ആ വേർതിരിവ് വെച്ചിട്ടാണ് ഈ മുൻകരുതലുകളുടെ എല്ലാം അടിസ്ഥാനം. അപ്പം ഒരു കാറ്റഗറി 1 എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തിന് ഒരു പ്രശ്നവും വന്നിട്ടില്ല, ചർമ്മം ഇൻടാക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്, അതിനകത്ത് ഒരു മുറിവോ ഒരു കീറലോ വന്നിട്ടില്ല. ഒരു നായ നമ്മുടെ കയ്യിൽ നക്കുന്നു, പക്ഷെ ചർമ്മം ക്ലീൻ ആയിട്ടിരിക്കുക, അവിടെ ഒരു മുറിവോ അല്ലെ ഒരു വ്രണമോ ഒന്നുമില്ലായിരുന്നു. ക്ലിയർ ആയിട്ടുള്ള ആ ചർമ്മത്തിലാണ് നക്കിയത്. പിന്നീട് നമ്മൾ അറിയുന്നു ഈ നായക്ക് നമ്മൾ പേവിഷബാധ സംശയിക്കുന്നു എന്നറിയുമ്പോൾ ക്ലീൻ ആയിട്ടുള്ള ചർമ്മത്തിലാണ് നക്കിയത്, അതായത് ഒരു മുറിവോ ഒരു വ്രണമോ ഒന്നുമില്ലാത്തതായിരുന്നെങ്കിൽ നമ്മൾ ഇതിനകത്ത് ടെൻഷൻ അടിക്കാനില്ല. പക്ഷെ എന്താ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ചർമ്മം അത്രയും ഒരു മുറിവും ഒന്നും ഇല്ലാത്തതായിരുന്നു എന്ന് ആ ബുദ്ധിമുട്ട് വന്ന ആള് ഉറപ്പിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് നമുക്കൊരു ഭയം വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് ഉറപ്പിച്ച് നിർത്താനുള്ള കാര്യങ്ങൾക്ക് പലപ്പോഴും രോഗികൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, അയ്യോ അവിടെ ചെറിയൊരു ഒരു സ്ക്രാച്ച് പോലെ ഉണ്ടായിരുന്നു അങ്ങനെ. അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസോടെ ആൾക്കാർ പറയുന്നതിന് സാധ്യത കുറവാണ്. അപ്പോഴാണ് രണ്ടാമത്തെ കാറ്റഗറി വരുന്നത്, കാറ്റഗറി 2 വൂൺസ്. അതായത് ചർമ്മത്തിന് ചെറിയൊരു ബ്രീച്ച്, അതായത് സ്ക്രാച്ച് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ അബ്രേഷൻ പോലെ വന്നിട്ടുണ്ട്, പക്ഷെ രക്തം പൊടിഞ്ഞിട്ടില്ല. അപ്പൊ അതാണ് രണ്ടാമത്തെ കാര്യത്തിനകത്ത് വരുന്നത്, രക്തം പൊടിഞ്ഞിട്ടില്ല എന്നുള്ളത്. അങ്ങനെയുള്ളവർക്കാണ് കാറ്റഗറി 2. ആ കാറ്റഗറി 2ക്ക് നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വാക്സിനേഷൻ വരും. അപ്പൊ ഈ കാറ്റഗറി 1 ആണ്, അതായത് ഈ പട്ടി നക്കുകയോ എന്തെങ്കിലും അല്ലെ നായ നക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ സോപ്പിട്ട് കഴുകണം. അപ്പൊ ഈ കഴുകുന്ന കാര്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ പറയുന്നത്, ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊരു നല്ല സോപ്പ് അതിന്റെ ആവശ്യമുള്ളൂ, അല്ല വേറെ മാരകമായ സാധനങ്ങളൊന്നും നമ്മൾ ഇട്ടോളൂ, അതിന്റെ ഒന്നും ആവശ്യമില്ല. നല്ലൊരു സോപ്പ് ഇട്ട് നമ്മൾ ഒരു ഒരു 10-15 മിനിറ്റ് നമ്മൾ റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്യണം എന്നുള്ളതാണ്. സോപ്പ് തേച്ച് കുറച്ചു നേരം വെച്ച് നല്ലപോലെ വെള്ളത്തിൽ കഴുകി എടുക്കണം എന്നുള്ളത്. അതാണ് ഈ അതിന്റെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന കാര്യം ഈ വാഷിങ്ങിലാണ്. അവർ ഒരു 15 മിനിറ്റ് എങ്കിലും നമ്മൾ റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്യണം എന്നാണ് അതിന് പറയുന്നത്. അതാണ് നമ്മൾ ആദ്യത്തെ കാറ്റഗറി ടൈപ്പ് ഇഞ്ചുറീസിന്, വൂൺസിന് ചെയ്യുന്നത്. സെക്കൻഡ് കാറ്റഗറിയാണ് നമ്മൾ ഈ കൈ കഴുകൽ. എല്ലാ പരിപാടിയും ആ കഴുകൽ നമ്മൾ കറക്റ്റായിട്ട് അങ്ങനെ ചെയ്യണം. അതുകൂടാതെ വാക്സിനേഷനും നമ്മൾ എടുക്കണം. ഇനിയാണ് കാറ്റഗറി 3. ഇതാണ് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഇഞ്ചുറി ആയിട്ടുള്ളത്. അതായത് നമ്മളെ ആ നായ കടിച്ചു, നമ്മുടെ ചർമ്മം ബ്രീച്ച് പൊട്ടിയിട്ടുണ്ട്, അതിൽ നിന്ന് രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ
നമുക്കൊരു മുറിവുണ്ടായിരുന്നിടത്ത് ഒരു നായൻ നക്കോ എന്തെങ്കിലും ചെയ്തു, ആ ഇതും കാറ്റഗറി 3 ആണ്. ആ കാറ്റഗറി 3 ആകുമ്പോൾ നമുക്ക് പേവിഷബാധ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതായത് ഈ നായ്ക്കോ അല്ലെങ്കിൽ ഈ ആനിമലിന് പേവിഷബാധ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പിന്നീട് അറിയുകയാണെങ്കിൽ, നമ്മൾക്ക് ഇങ്ങനെ ഒരു എക്സ്പോഷർ, അതായത് കാറ്റഗറി 3 ഗണത്തിൽപ്പെട്ട ഒരു എക്സ്പോഷർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ട ചികിത്സ മുഴുവനായിട്ട് എടുക്കണം. അതായത് ഇതിന്റെ പ്രധാനമായ വ്യത്യാസം എന്ന് വെച്ചാൽ, ഇതിനകത്ത് ആന്റി റേബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ, അതായത് അങ്ങനൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. അതാണ് ഈ കടി ഏറ്റ ഭാഗം, അല്ലെ ഈ നക്ക് ഏറ്റ ഭാഗം, അവിടെ നമ്മൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കും. അത് ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇഞ്ചക്ഷനാണ്. അതെടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വാക്സിനേഷനും, പിന്നെ ആ ഭാഗം നല്ലപോലെ കഴുകി വൃത്തിയാക്കൽ, അതെല്ലാം നേരത്തെ ഉള്ളത്. അപ്പം ഈ 3 കാറ്റഗറീസിലാണ് നമ്മൾ ഒരു വൂണ്ടിനെ, അല്ലെ ഒരു കടി ഏറ്റ ഇതിനെ കാറ്റഗറൈസ് ചെയ്ത് അതനുസരിച്ചാണ് നമ്മൾ ഈ മുൻകരുതലുകൾ എല്ലാം എടുക്കുന്നത്.